ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്ക് ലഞ്ചിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം സ്റ്റാർ, 2 ഗ്രാമ്പൂ, 3 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട എന്നിവ ചേർത്ത് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞു വെച്ചത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ ഏകദേശം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തതും 2 പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു വലിയ ഉരുളക്കിഴങ്ങ്, അതും ചെറുതായി അരിഞ്ഞത്, ഒരു പിടി ബീൻസ് എടുത്തിട്ട് ഇതുപോലെ മീഡിയം സൈസായി കട്ട് ചെയ്തതും ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഈ 3 വെജിറ്റബിൾസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കോളിഫ്ലവറൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി എല്ലാ വെജിറ്റബിൾസും ഒന്ന് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില ചെറുതായി അരിഞ്ഞതും അതുപോലെ പുതിന ഇല അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1 ഗ്ലാസ് റൈസിന് 2 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്.
വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നേരിയരി അഥവാ കൈമ റൈസ് അതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാം. 2 വിസിൽ മതിയാവും. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിൻ്റെ ഫുൾ ആവിയൊക്കെ പോയതിന് ശേഷം കുക്കർ ഒന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പുലാവ് ഇവിടെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഞങ്ങൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും കാണുക, ലൈക്കും ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.